ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഹോളി കമ്മ്യൂണിയൻ. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്നത് കോയമ്പത്തൂർ വെച്ചാൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ ഗെറ്റ് റെഡി ആയ. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാസലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീമാണ് ഇടുന്നത്. അത് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ സ്കിന്നിന് നല്ലതാണ്. എൻ്റെ പക്ഷേ ഡ്രൈയും ഓയിലും കൂടി മിക്സ് ആയതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്തതായി നമുക്കപ്പോൾ ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഈ ലിപ് ബാം ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റോറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിട്ട് കഴിഞ്ഞാണ്ടല്ലോ ചുണ്ട് ഭയങ്കര പിങ്ക് കളറാവും കേട്ടോ. ഒരു മുഖത്തിന് നമുക്കൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടിയ പോലെ തോന്നും. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു മെയിൻ സംഭവമാണ് സൺസ്ക്രീൻ. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്തേക്കേ പോകാൻ പറ്റില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ സ്റ്റുഡിയോന്ന് മേടിച്ച സൺസ്ക്രീനാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് BB ക്രീമാണ്, പോൺസിൻ്റെ BB ക്രീം. ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ അതിന് പകരമായിട്ട് BB ക്രീം മാത്രമേ ഇടാറുള്ളൂ. ഇത് ഇട്ടാൽ തന്നെ നല്ലൊരു ഗ്ലോയാണ്. ഈ BB ക്രീം ഇട്ടാൽ തന്നെ ഫൗണ്ടേഷനൊക്കെ ഇട്ടൊരു ലുക്കാണ്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഇടാറുള്ളൂ. ഇത് അത്യാവശ്യം നല്ലൊരു BB ക്രീമാണ് കേട്ടോ. ഞാനത് കുറേ നാളെ യൂസ് ചെയ്യണു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ഇയേഴ്സായി ഇത് ഞാൻ ഉപയോഗിക്കണം. നല്ലതാണ്. പിന്നെ BB ക്രീം ആയാലും ഫൗണ്ടേഷൻ ആയാലും എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണതിലാണ് കാര്യം. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പിന്നെ കൈ കൊണ്ട് ചെയ്യാൻ എന്നെ ഇഷ്ടം. ഞാൻ സ്പോഞ്ചൊന്നും യൂസ് ആക്കാറില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യാം. എനിക്ക് കൈ കൊണ്ട് ചെയ്താലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലഷും ഇടുന്നുണ്ട്, പിന്നെ കണ്ണും ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് കൊണ്ടായിട്ട് ഇത് രണ്ടും ചെയ്യണേ. ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമില്ല. ഈ ഷെയ്ഡ് എൻ്റെ ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റായിട്ടിരിക്കും. എനിക്കപ്പോൾ ലൈറ്റ് കളർ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് ബ്ലഷായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ബ്ലഷൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട്. ബ്ലഷൊക്കെ മുമ്പൊക്കെ ഡെയിലി ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇടാറൊന്നുമില്ല. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ബ്ലഷൊക്കെ ഇട്ടതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ കവിളത്തും കണ്ണുമൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നോർമലായിട്ടുള്ള പൗഡറാണ്. ഞാൻ ഈ നോർമൽ പൗഡർ തന്നെ യൂസ് ആക്കാറ്. വേറെ കോമ്പാക്റ്റ് പൗഡറൊന്നും ഞാൻ യൂസ് ആക്കാറില്ല. എനിക്കിതിട്ട് കൊടുക്കുമ്പോഴാണ് ഒരു ഫിനിഷ് ലുക്ക് കിട്ടുള്ളൂ. എനിക്കിത് തന്നെ ഇഷ്ടം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ലാസ്റ്റായിട്ട് ഈ പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബാക്കി ചെയ്ത മേക്കപ്പൊക്കെ അവിടെ സെറ്റായിട്ട് നിന്നോളും. ഒരു 1 ഡേ ഫുള്ള് നമുക്ക് കവറേജ് തന്നോളൂ കേട്ടോ. ഇനി നമുക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ ഐലൈനർ കൊണ്ട് മാത്രമേ ഇനി കണ്ണ് എഴുതാറുള്ളൂ. നോർമലായിട്ടുള്ള ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതി കൊടുക്കുക. ഞാൻ അടിയിൽ എഴുതി കൊടുക്കാറില്ല കേട്ടോ. അത് ചില സമയത്ത് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ. കൂടുതലായിട്ട് ഞാൻ മേളിൽ തന്നെ എഴുതി കൊടുക്കാറ്. ലിപ്പ് ലൈനർ കൊണ്ട് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. എനിക്കിങ്ങനെ ലൈൻ ചെയ്താലാണ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു കംപ്ലീറ്റ് ലുക്കായിട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക്കിനെ പിന്നെ ഹൈലൈറ്റ് ആയിട്ട് നിർത്തണത് ഈ ലിപ്പ് ലൈനർ കേട്ടോ. കറക്റ്റ് ലിപ്പിൻ്റെ ഷേപ്പിൽ കറക്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നല്ല ഭംഗി. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഈ ഷെയ്ഡ് ഒരു ടൈമിൽ നല്ല ട്രെൻഡിങ്. ഞാനപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഈ ഷെയ്ഡ് മേടിക്കണത്. എൻ്റെ സ്കിന്നിന് ഇത് നന്നായിട്ട് മാച്ചായി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് ഡ്രസ് കോസ്റ്റ്യൂമിൻ്റെ ഒപ്പം ആയാലും നമുക്ക് മാച്ച് ചെയ്ത് പോണ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഓർണമെൻറ്റ്സൊക്കെ ഇടാം. ഓർണമെൻറ്റ്സ് എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതൊരു നോർമൽ ചെയിനാണ്, അതപ്പോൾ ഇട്ട് കൊടുക്കാം. ചെയിനപ്പോൾ സിമ്പിളായതുകൊണ്ട് ഇയറിങ്സ് കുറച്ച് ഹെവി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി വരും. അപ്പോൾ ഞാൻ കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു ഇയറിങ്ങാണ് ഇടുന്നത്. ഇതിങ്ങനെ സ്റ്റോൺസൊക്കെ വരുന്ന ഒരു ഇയറിങ്ങാണ് കേട്ടോ. നല്ല നമ്മുടെ ഫേസിനെ കുറച്ച് ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയറിങ്സൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഫേസ് കുറച്ച് ബ്രൈറ്റായി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ഇനി അടുത്തതായിട്ട് കുറച്ച് വളയാണ് ഇട്ട് കൊടുക്കണേ. എനിക്കപ്പോൾ ഇങ്ങനെ കുറേ വളയൊക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഇവിടെ യൂസ് ആക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കിട്ടുമ്പോഴാണ് അങ്ങനെയുള്ള സാഹചര്യം കിട്ടുക. അപ്പോൾ വള കുറച്ച് ടൈറ്റായിരുന്നു, കുറേ നാളും പഴക്കമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഹെയർ സെറ്റാക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്.
പക്ഷെ എനിക്കെപ്പോഴും ഒരു ഓപ്ഷനുള്ളൂ. ഞാൻ എപ്പോഴും ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്യാറ്. എനിക്കൊരു ഹെയർ സ്റ്റൈൽ കിട്ടി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം സെറം മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെയർ കെട്ടണായിട്ട് മുമ്പ് മുടി ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ കെട്ടി കഴിഞ്ഞാൽ സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഹെയർ കെട്ടണത്. അത് തന്നെയാണ് എല്ലാ ദിവസത്തെയും മിക്ക ദിവസത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ. അത് തന്നെയാണ് ഞാൻ ചെയ്യണത്. വേറെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ടൈം വേസ്റ്റ് ആക്കാനില്ല. അതുകൊണ്ട് തന്നെ വേഗം ഞാൻ എനിക്കറിയണ ഹെയർ സ്റ്റൈൽ എടുത്ത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ജസ്റ്റ് എടുത്തിട്ട് ആ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് അടുത്തത് ഇതുപോലെ എടുക്കുക, ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്ത് ഇതാക്കാം. സിമ്പിളാട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടി സ്ലൈഡ് കൊണ്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ചെയ്യണം കേട്ടോ. 2 സൈഡും ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് 2 സൈഡിലും ഫ്രണ്ടിൽ കുറേശ്ശെ മുടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ 2 സൈഡിലും ട്വിസ്റ്റൊക്കെ ചെയ്തിട്ട് മുടി സ്ലീഡൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ചെടുത്ത് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുടിക്കെട്ടൊക്കെ കഴിഞ്ഞു. ഇതത്ര സിമ്പിളാട്ടോ, വേഗം ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ചെയ്യണ കാരണം എനിക്ക് ഭയങ്കര പ്രാക്ടീസാണ്. പിന്നെ ഈ 2 സൈഡിലിട്ടേക്കണ മുടി അത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ജസ്റ്റ് കേൾ ചെയ്ത പോലെ കിടക്കും കേട്ടോ. കേളറൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കേൾ ചെയ്ത പോലെ നമുക്ക് ലാസ്റ്റ് കിട്ടും. ഇനി മെയിനായിട്ടുള്ള ഐറ്റമാണ് പൊട്ടില്ലാണ്ട് എന്ത് ഫങ്ഷൻ. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ഫേസിലത്തെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി പൊട്ടും കൂടി കുത്തി കൊടുത്തപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി സ്പ്രേ അടിച്ചിട്ട് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാം. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ എത്തി. കസിൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ 7 പേര് കൂടിയിട്ടാണ് ഇപ്പോൾ കോയമ്പത്തൂർക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ഞാനും അമ്മയും കൂടിയിട്ട് ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റാണ് കിട്ടിയത്. ബാക്കി കസിൻസും ചേട്ടനും കൂടിയിട്ട് ബാക്കിലിരുന്നു. അങ്ങനെ ഞാൻ നേരിട്ട് തൃശ്ശൂർ ടു കോയമ്പത്തൂർ. ഞാനപ്പോൾ വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. എനിക്ക് വിൻഡോ സീറ്റിലിരിക്കാൻ ഇഷ്ടം. അതാകുമ്പോൾ കുറച്ച് കാഴ്ചയൊക്കെ കാണാം. പക്ഷേ ഞാൻ പിന്നെ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കോയമ്പത്തൂർ ടൗൺ. ഇവിടെ നിന്ന് ഒരു 3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പായി. അവിടെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട് ടാക്സിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ടാക്സിയൊക്കെ വന്നു, വണ്ടിയിൽ കയറി. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. പക്ഷെ വേർക്കണില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയി. ഞാനും ചേട്ടനും അമ്മയും അങ്കിളും കൂടിയിട്ട് ഈ ഒരു വണ്ടിയിൽ വന്നു. അടുത്ത വണ്ടിയിൽ അവർ 3 പേരും കൂടി അങ്ങനെ വന്നു. അപ്പോൾ പോണ വഴിയിൽ അത്യാവശ്യം കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ പിന്നെ വിൻഡോ സീറ്റിലിരിക്കണം. വിൻഡോ സീറ്റ് വിട്ടിട്ടൊരു കളിയില്ല. അവിടെ ഇരുന്നാലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഫുള്ള് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ കുറച്ച് നേരം എൻ്റെയും കൂടി വീഡിയോ എടുത്തു. അങ്ങനെ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സ്ഥലമൊക്കെ എത്തി. ഇവൻ്റെയാണ് അപ്പോൾ കുർബാന സ്വീകരണം നടക്കണേ. ഞങ്ങളവിടെ എത്തിനായിട്ട് മുമ്പ് ഇപ്പോൾ പള്ളിയിലത്തൊക്കെ പരിപാടി കഴിഞ്ഞ ഒരു ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അധികം നേരം താഴെ നിൽക്കാൻ പോയില്ല. പിന്നെ നേരെ മേളിക്ക് പോയി. രാവിലെ ഒന്നും കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടിയിലേക്ക് വന്നു നേരിട്ട്. പിന്നെ എല്ലാവരും കണ്ട്, ബന്ധുക്കളൊക്കെ കണ്ട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കയറി നേരെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ്സിൽ കയറണത്. ഇതിലാണെങ്കിൽ അധികം പേരും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് ബാക്കിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ ഓണാക്കിയപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ്റെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം എൻ്റെ ഒറ്റയ്ക്ക് എടുത്തു. ഞാൻ ഇവിടെ പുറത്തൊക്കെ കഴിച്ച് കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് അടുത്തൊരു ധൈര്യത്തിൽ വീഡിയോ എടുക്കണം. ബാക്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ജാതി ഉറക്കം ആൾക്കാരൊക്കെ ആയിട്ടപ്പോഴേക്കും ബസ്സിൽ. പിന്നെ ഞാൻ വിചാരിച്ചു പാവല്ലേ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവനറിയാണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ടൗണെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പാലക്കാടുക്കുള്ള ബസ് കയറി. അപ്പോൾ അവിടെ വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ബസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നടക്കേണ്ട വന്നു. അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടി ഒരുമിച്ച് സീറ്റ് കിട്ടി. ഞാനപ്പോൾ 2 പേരുടെ സെൻറ്ററിലായിട്ടിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ ചിക്കായിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിരുന്നു.
അങ്ങനെ കുറച്ച് നേരത്തെ ഉറക്കത്തിനൊക്കെ ശേഷം ഞങ്ങൾ പാലക്കാട് എത്തി. അവിടെ പിന്നെ തൃശ്ശൂർക്കുള്ള വണ്ടിയൊക്കെ നോക്കി അതിൽ കയറിയിരുന്നു. അപ്പോൾ ആദ്യം കയറിയപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അധികം. അപ്പോൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരിക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന് എണീറ്റ് കൊടുക്കേണ്ട വന്നു, ഒരു ചേച്ചി വന്നിരുന്നപ്പോൾ. പിന്നെ പാലക്കാടിനെ പറ്റി പറയണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാട്ടോ പാലക്കാടൊക്കെ അങ്ങനെ വരണേ. അപ്പോൾ അവിടെ ഭയങ്കര പച്ചപ്പും നല്ല രസമാണ്, എനിക്കിഷ്ടമായി. ഞാൻ കുറേ നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു, കുറേ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വിൻഡോ സീറ്റിലിരിക്കുന്ന കാരണം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു, സൺ കിസ്സൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. ഞാൻ ഇപ്പോൾ പാലക്കാടേക്ക് ആദ്യമായിട്ട് വരണ കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു. അവിടെ അങ്ങനെ കാണാനൊക്കെ ഫുള്ള് പച്ചപ്പാണ്, കുറേ പാടങ്ങൾ, കുറേ മരങ്ങൾ, അങ്ങനെ പച്ചപ്പിൻ്റെ ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പാലക്കാടുകാരുടെ സ്ലാങ്ങും ഒരു പ്രത്യേക തരം സ്ലാങ് അല്ലേ. അടുത്തിരിക്കുന്ന ചേച്ചിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ആയിരുന്നു. ബസ്സാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡായിരുന്നു. ഞാനാണെങ്കിൽ വിൻഡോ സീറ്റിലിരിക്കുന്ന കാരണം നല്ല കാറ്റടിക്കലായിരുന്നു, മുടിയൊക്കെ ഫുള്ള് ആകെ അലമ്പായി. അങ്ങനെ കുതിരാനൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി ഞങ്ങൾക്ക് നല്ലൊരു കിടിലൻ വ്യൂ കിട്ടി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മണ്ണുത്തി ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ നേരെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.